ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് യൂട്യൂബിലത്തെ കൊളാബറേഷൻ കിട്ടിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു ബ്രാൻഡ് കൊളാബറേഷൻ, മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ കൊളാബറേഷൻ, അങ്ങനത്തെ ഒരു കൊളാബറേഷൻ അല്ല. ഇതൊരു വേറെ ടൈപ്പ് ഓഫ് കൊളാബറേഷൻ ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു 2 വീക്സ് ആയി കാണും കഴിഞ്ഞിട്ട്. 2 വീക്സ് മുന്നേ എനിക്ക് സഡൻലി ഒരു മെയിൽ വന്നു. ബസീം കന്നഡിക്കൽ പറഞ്ഞ ഒരാളുടെ അടുത്ത് നിന്ന് എനിക്ക് പെട്ടെന്നൊരു സഡൻലി ഒരു മെയിൽ വന്നു. റിക്വസ്റ്റ് എന്തായിരുന്നു വെച്ചാൽ ഞാനൊരു ലിങ്ക്ഡിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ, പിന്നെ ഒരു റെസ്യൂം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ, അതൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് ഈ ഒരു കൊളാബറേഷൻ റിക്വസ്റ്റ് വന്നത്. ട്രെയിനിങ് സെഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കൊളാബറേഷൻ റിക്വസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലേൺലി ക്ലാസ്സസിൻ്റെ ഓണറായിരുന്നു, ഫൗണ്ടറായിരുന്നു ബസീം കന്നഡിക്കൽ. അവരാണ് എനിക്ക് മെയിൽ അയച്ചത്. ലേൺലി ക്ലാസ്സസ് ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ്സസാണ്. അപ്പോൾ അവിടെ ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് വേണ്ടിയിട്ടുള്ള റെസ്യൂം എങ്ങനെ, ഹൗ ടു ക്രിയേറ്റ് എ റെസ്യൂം ഫോർ എസ്പയറിങ് ഓൺലൈൻ ടീച്ചേഴ്സ്, അങ്ങനെയുള്ളൊരു സെഷൻ, ഒരു 10 to 15 മിനിറ്റ്സിൻ്റെ ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ മെയിൻലി ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻഡ് ആയിരുന്നു, ലേൺലി ക്ലാസ്സസിന് വേണ്ടിയിട്ട് ഒരു സെഷൻ എടുക്കാനാണ് എന്നൊക്കെ. പക്ഷേ എന്നാലും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയത് കാരണം എനിക്കൊരു അങ്ങനെ വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. ഇത് കറക്റ്റ് ആണോ, ജെന്യൂൻ ആണോ, അതോ എനിക്ക് ആദ്യം അങ്ങനെ ഒരു സ്പാം റിക്വസ്റ്റ് പോലെയൊക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു അതൊന്ന് ബിലീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ കണ്ടായിരുന്നു, പക്ഷേ റീഡ് ചെയ്തിട്ട് വേണോ വേണ്ടെന്നുള്ള ഡെസിഷൻ എടുക്കാൻ പറ്റാത്ത കാരണം ഒന്നും റിപ്ലൈ ചെയ്തില്ല. പിന്നെ സെക്കൻഡ് ഡേ ബസീം പിന്നെയും ഫോളോ അപ്പ് ചെയ്തു. ക്യാൻ യു ടേക്ക് റെക്കോർഡഡ് സെഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദിസ് വിൽ ബി എ പെയ്ഡ് കൊളാബറേഷൻ എന്ന്, അവർ പെയ്ഡ് കൊളാബറേഷന് വേണ്ടിയിട്ട് അഗ്രീഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒരു ഫോളോ അപ്പ് മെയിൽ അയച്ചു. അപ്പോഴാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് സീരിയസ്ലി ഒന്ന് ആലോചിക്കാൻ തുടങ്ങി. ഓക്കെ, പിന്നെയും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ദിസ് ഈസ് എ ജെന്യൂൺ റിക്വസ്റ്റ് എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അവർക്ക് റെസ്പോണ്ട് ചെയ്തു. ആസ് എൻ എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് അയച്ചു തരാൻ വേണ്ടിയിട്ട് അബൌട്ട് ലേൺലി ക്ലാസ്സസ്. അപ്പോൾ ഞാൻ അങ്ങനെ അവരെന്നിട്ട് റെസ്പോണ്ട് ചെയ്തു, ഡീറ്റെയിൽസ് അയച്ചു. ഞാൻ ലേൺലി ക്ലാസ്സസിനെ കുറിച്ചിട്ട് ലിങ്ക്ഡിനിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർക്ക് പേജ് ഉണ്ട്, അതൊക്കെ പോയി ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ദിസ് ഇസ് എ ജെന്യൂൺ പ്ലാറ്റ്ഫോം, ജെന്യൂൺ റിക്വസ്റ്റ് ആണെന്നുള്ളത്. അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്തു, ഓക്കെ ലെറ്റ്സ് ക്രിയേറ്റ് എ ട്രെയിനിങ് സെഷൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, കാരണം ട്രെയിനിങ് സെഷൻ ആണല്ലോ. ഞാൻ ഇങ്ങനത്തെ ആദ്യം വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിമിലർ റെക്കോർഡഡ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഐ ടുക്ക് ദാറ്റ് ഓഫർ. പിന്നെ 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു, അഗ്രീഡ് ചെയ്തിരുന്നു. പിന്നെ ഒരു കാര്യം, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തത് എൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. 6th മെയ്നാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് വൈബോട് കൂടെയാണ് ആ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് പോസിറ്റീവ് ഹോപ്സ് വെച്ചിട്ടാണ് അയച്ചത്. നല്ലൊരു ദിവസം റെക്കോർഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ 6th റെക്കോർഡ് ചെയ്തു. 7th മെയ്ന് ഞാനിത് അയച്ചു കൊടുത്തു വീഡിയോ ബസീമിന്. ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ആക്സസ് കൊടുത്തിട്ട് ഷെയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ആദ്യം അയച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ടു സജസ്റ്റ്. അപ്പോൾ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്തു. അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അല്ല, ഒരു 2 days പിടിച്ചു തോന്നുന്നുണ്ട്. 2 days പിന്നെയും ഫൈനൽ വേർഷൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരു വീഡിയോ, ഒരു ട്രെയിനിങ് സെഷൻ വീഡിയോ, പിന്നെ ഒരു റെസ്യൂമിൻ്റെ PDF, പിന്നെ ഒരു ടെംപ്ലേറ്റ് PDF, ഇത്രയും മെറ്റീരിയൽസാണ് ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒരുപാട് സ്മൂത്ത് ആയിട്ടുള്ളൊരു കൊളാബറേഷൻ എക്സ്പീരിയൻസ് ആയിരുന്നു. വസീമിൻ്റെ ഒപ്പം ആണെങ്കിലും നല്ലൊരു കൊളാബറേഷൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ട് പോലുമില്ല, കോളിൽ വരെ സംസാരിച്ചിട്ടില്ല. ഇതൊക്കെ ഓൺലൈനിൽ ഞങ്ങൾ എല്ലാതും ഡീൽ ചെയ്തു. വളരെ കോപ്പറേറ്റീവ് പേഴ്സൺ ആയിരുന്നു, ജെന്യൂൻ പേഴ്സൺ ആയിരുന്നു. നമുക്ക് സംസാരം കണ്ടപ്പോൾ അത് ബിലീവ് വന്നു പിന്നീട്. അപ്പോൾ എൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് വാസ് എ മെമ്മറബിൾ വൺ എന്ന് പറയാമല്ലോ, അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ എം വെരി മച്ച് സാറ്റിസ്ഫൈഡ്. വീഡിയോ ത്രൂ ഞാൻ ബസീമിനോടും കൂടിയും താങ്ക് യു പറയാണ്. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ഫോർ ബിലീവിങ് ഇൻ മീ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്കും വിശ്വാസം ഉണ്ടായിരുന്ന കാരണമാണ് എനിക്കും കൂടി അതൊരു കോൺഫിഡൻസിൽ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.